അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങിനെതിരെ യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം യൂത്ത് കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSEB ചെറുപുഴ ഓഫീസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി ജീവനക്കാർക്ക് മെഴുകുതിരികൾ വിതരണം ചെയ്ത് പ്രതിഷേധം രേഖപ്പെടുത്തി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രണവ് കാരാള അധ്യക്ഷനായി. ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഭാഗമായി 25 കൊല്ലത്തേക്കുള്ള ഒരു ദീർഘകാല കരാർ പുറമേ നിന്ന് വൈദ്യുതി വാങ്ങാൻ അതിപ്പോൾ നിൽക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഏകദേശം ഒരു 4 രൂപ 29 പൈസക്ക് കറണ്ട് ഒരു യൂണിറ്റ് ലഭിക്കേണ്ടതായിരുന്നു. അത് പിന്നീട് വന്ന LDFന്റെ പിണറായി സർക്കാർ യാതൊരു കാരണവുമില്ലാതെ റെഗുലേറ്ററി കമ്മീഷന്റെ ഭാഗമായി ആ ഉത്തരവ് സാങ്കേതിക കാരണങ്ങൾ കാണിച്ചുകൊണ്ട് അത് റദ്ദാക്കുകയായിരുന്നു. ഇപ്പോൾ കേരളം നേരിടുന്ന ഈ അവസ്ഥയ്ക്ക് കാരണവും അതാണ്. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KD പ്രവീൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളം വേനൽ ചൂലിൽ കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ KSEB കൊണ്ടുവന്നിട്ടുള്ള അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്, KSEB ഉദ്യോഗസ്ഥർ അതിനെ പീക്കിംഗ് ലോഡ് മാനേജ്മെൻറ്റ് എന്ന രീതിയിലാണ് വിളിക്കുന്നതെങ്കിലും ലോഡ് ഷെഡിങ് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടാകെ നടന്നു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. മലയോര മേഖലയിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ ദൈനംദിന ജീവിതചര്യകൾ കഴിഞ്ഞ് രാത്രി ഉറക്കത്തിലേക്ക് പോകുമ്പോൾ അരമണിക്കൂർ വീതം 6 മണി മുതൽ 12 മണി വരെ കറണ്ട് പോകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാഹചര്യത്തിൽ ഏതൊരു മനുഷ്യനെയും സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്താണ്. ഇവിടെ ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആര്യാടൻ മുഹമ്മദ് കൊണ്ടുവന്നിട്ടുള്ള കരാറ് റദ്ദാക്കിക്കൊണ്ട് റെഗുലേറ്ററി കമ്മീഷന്റെ ഇപ്പോഴത്തുള്ള കരാറ് തീരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക് KSEB പോയിക്കൊണ്ടിരിക്കുന്നത്. P. മിഥുൻ, TP ശ്രീനിഷ്, M. രാഹുൽ, AG ഷരീഫ്, അമൽ ശശീന്ദ്രൻ, K. ആദർശ്, ആൽബിൻ, സിനാൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. പവർ കട്ട് എന്ന് പറയുന്നില്ല, കാരണം സർക്കാരിനെ ഉപരക്ഷിക്കാൻ 5 വർഷം ഇല്ലെങ്കിൽ 10 വർഷം പവർ കട്ടില്ലാത്ത ലോഡ് ഷെഡിങ് ഇല്ലാത്ത സംസ്ഥാനം എന്ന പേര് അന്വർത്ഥമാക്കി നിർത്താൻ വേണ്ടിയിട്ട് ലോഡ് ഷെഡിങ് എന്നുള്ള പേര് പവർ കട്ട് എന്നുള്ളതൊന്നും പറയാതെ വൈദ്യുതി നിയന്ത്രണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അത് KSEBിലേക്ക് വിളിച്ചാൽ പോലും ഒന്ന് കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റാത്ത രീതിയിലാണ് ഉദ്യോഗസ്ഥന്മാർ പോലും ഉള്ളത്. എന്താണ് സംഭവിച്ചത്? എന്താണ് പവർ കട്ടാണോ? അല്ല, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് പറയാൻ കഴിയില്ല. കാരണം വൈകുന്നേരങ്ങളിൽ നമ്മൾ പണി കഴിഞ്ഞൊന്ന് വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ ചോറുണ്ണാൻ നിൽക്കുന്ന സമയത്താണ് കണ്ണട ഇരുട്ടത്തിരുന്ന് ചോറ് തീറ്റിക്കേണ്ട ഒരു അവസ്ഥയിലാണ് സംസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ? എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം. ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ് ചെറുപുഴ. റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എയർ കണ്ടീഷൻ, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, ഇൻവെർട്ടർ, വാട്ടർ ഫിൽറ്റർ, വാട്ടർ ഹീറ്റർ, മിക്സി, ഫാൻ, സ്റ്റൗ, സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ. ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണ്ണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി. ഹോം ടാക് ഹോം അപ്ലയൻസസ് സ്പേസ് ആൻഡ് സർവീസസ്, പുളിങ്ങോം റോഡ്,